അൽവഫിന്റെ ഒരു റോഡ് ഷോ പോലെ നടത്തുകയാണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻസർ മാത്രം തന്നാൽ മതി. സീരിയസ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, വെരി ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ. ലവ് മാരേജ് ആയിരുന്നോ? അല്ല. അപ്പോൾ കല്യാണത്തിന് മുൻപേ നിങ്ങൾ വീട്ടുകാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അതിന്റെ ഉത്തരമാണ് ചോദ്യമാണ് നിങ്ങൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, അതൊരു ലെറ്റർ ആണ്. അതായത് അവിവാഹിതരായിട്ടുള്ള യുവാക്കള് മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതൊരു ലെറ്റർ ആയിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള കുറച്ച് ലെറ്റേഴ്സ് ആണ്. അത് കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ ഒരു റിക്വസ്റ്റ് പോലെ. ഒരു ഫണ്ണിയാണേ, ജസ്റ്റ് ഫണ്ണി. ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള കുറച്ച് വേർഡ്സ് ആണ്. ചേട്ടൻ ഇപ്പോ ഒന്നും ഓർക്കാനുള്ള സമയമില്ല. ഇനിയിപ്പോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നാട്ടിലെവിടെയാ? തൃശ്ശൂര്. ഇപ്പൊ കൊറേ പേര് തൃശ്ശൂരുകാരൊക്കെ ഉണ്ട്. ആഗ്രഹം കാണും, പക്ഷെ ഇപ്പൊ പറയാൻ പേടിയായിട്ടാടാ. അല്ല ചേച്ചിയെ നോക്കുമ്പോ ഉള്ള ആഗ്രഹം കൂടെ പോകുന്നുണ്ട്. പറയാനുള്ള ഒരു പേടി. എന്തേലും ചാൻസ് ഉണ്ടോ? നിങ്ങൾ കല്യാണത്തിന് മുന്നേ വീട്ടുകാരോട് ചോദിച്ചൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അല്ലായിരുന്നു, എന്നാലും ചോദിക്കാം. നമുക്കൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാല് വീട്ടുകാരോ നോക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇല്ല, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം അങ്ങോട്ട് കിട്ടാൻ പറഞ്ഞു. ചിലപ്പോ കാണുമായിരിക്കും ഉള്ളില്, പേടി കൊണ്ട് പറയാത്തായിരിക്കും. ഓക്കെ, ആ അക്ഷരങ്ങൾ പറയോ? NAKTQ. എന്നെ കെട്ടിക്കൂ. അതാണ് പറഞ്ഞ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, ഒന്നും തോന്നരുത്. പിന്നെ അത് പോട്ടെ, അൽവഫേന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? അതും ഇല്ല, ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു ആണല്ലേ? ഓക്കെ, എന്തായാലും വഫയുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ പർച്ചേസിന് വരുമ്പോൾ എങ്ങാനും നമ്മളുടെ കണ്ണിൽ പെട്ടാൽ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലെങ്കിലും പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അത് റിസാന അജ്മി, ലയണസ്, ലിൻഡ എന്ന് പറയും. താങ്ക് യു. എന്തായാലും ഒരു മുട്ടായി ഇരിക്കട്ടെ. ഇത് ഇപ്പം പുതിയതായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ മുട്ടായി. ഇത് കഴിക്കുക, ആസ്വദിക്കുക. അതെ, അപ്പൊ ശരി, താങ്ക് യു, ബൈ. മലയാളികളാണോ? അതെ, നാട്ടിലെവിടെയാ? മലപ്പുറത്താ? രണ്ടുപേരും ഒറ്റയ്ക്കാണോ വന്നേ? രണ്ടുപേരും എങ്ങനെ ഒറ്റയ്ക്ക് വരുന്നേ? അവർ രണ്ടുപേരില്ലേ? പേരെന്തായിരുന്നു? മുർഷിദ. അപ്പൊ നമ്മുടെ അൽവഫേന്റെ ഒരു റോഡ് ഷോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ ചെറിയ പരിപാടിയാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ തന്ന ചെറിയൊരു ഗിഫ്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേറൊന്നും അല്ല, വലിയ തലപോച്ച് ആലോചിക്കേണ്ടൊന്നുമില്ല, കുസൃതി ചോദ്യമാണ്. തലയിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ആൻസർ, കുഴപ്പമില്ല. തലയിൽ കാലുള്ള ജീവി. തലയിൽ വേറെ ചോദ്യം ചോദിക്കാം. സോറി, ആൻസർ അതിനകത്ത് തന്നെ ആയിപ്പോയി. ശരീരം മുഴുവനും മുള്ളും തലയിൽ കിരീടവുമുള്ള ഫ്രൂട്ട്, പഴവാ. ഓക്കെ, പൊളിച്ചല്ലോ. വലിയ പുള്ളികളാണ്. പെട്ടെന്ന് പറഞ്ഞല്ലേ. ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അൽവഫേന്റെ ഗിഫ്റ്റ് എന്തായാലും നിന്നത് വെറുത്തായില്ലേ? പേടിച്ച് മമ്മി നിൽക്കുമായിരുന്നു, എന്നെ പേടി എടുക്കരുതേ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഇത്ര ഉള്ള കാര്യം. അപ്പൊ അൽവഫേന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടോ? അൽവഫേന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? കുഴപ്പമില്ല, ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഈ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടും. ആൻസർ ഇല്ലെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മാനം ഉണ്ടായിരിക്കും. അപ്പൊ ശരി, താങ്ക് യു. ചേച്ചി, ഒരു കുസൃതി ചോദ്യമാണ്, ഉത്തരം പറയാൻ പറ്റും. ആർക്കും പറയാൻ പറ്റുന്ന ഉത്തരവാണ്. ചോദിച്ചോ. ഒരുപാട് ബുദ്ധി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ താങ്കൾക്ക് ആവശ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. തവളയുടെ മുമ്പിൽ കാണുന്നതും കഴുതയുടെ പുറകിൽ കാണുന്നതുമായ ഒരു സംഭവം എന്താണ്? പുറകിൽ അത് ഭയങ്കര ബുദ്ധിയായി പോയല്ലോ. ഇവിടെ കാര്യമല്ല ചോദിച്ചേ. തവളയുടെ മുമ്പിൽ കാണുന്നത്, കഴുതയുടെ പുറകിൽ കാണുന്നത്. ഇത്രയും ക്ലൂ എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ വന്ന ബുദ്ധി. അതെ,
നല്ല കറക്റ്റ്. തെറി വിളിച്ചിട്ട് പോയതാണോ അവരല്ലേ? പഠിക്കാൻ വിട്ടായിരുന്നെങ്കിൽ വെരി സിമ്പിൾ. ഓ എന്ത് വേണം, തരൂ. അപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായാലും ഇത്രയും വലിയ ബുദ്ധിമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓ സന്തോഷമായി കേട്ടോ, ഇങ്ങനെ ഇത്രയും ബുദ്ധിമതിയായ ഒരാളെ നമുക്ക് ഇന്ന് കാണാൻ. ഞാൻ മറക്കില്ല, ഈ ഒരു മൊമെന്റ് നമ്മൾ മറക്കില്ല കേട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങൾ അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. മലയാളി പൊളിയാടാ. നന്നായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ. എന്തായാലും ന്യൂ ഓഫേഴ്സ് അങ്ങ് പൊളിച്ചല്ലോ അല്ലേ? പുതിയ ഓഫർ കണ്ടിട്ട് ഇറങ്ങിയതാ? റെഗുലർ കസ്റ്റമർ ആണല്ലേ? ആണല്ലേ? ഓ നാട്ടിൽ എന്നാ പോന്നെ? അടുത്ത ആഴ്ച. പേരെന്തായിരുന്നു? സെമി. അജയ്. നാട്ടിലെവിടെയാ? കണ്ണൂരാ? ആ ഓക്കെ. അപ്പൊ ഇത് അൽവഫേന്റെ ഒരു റോഡ് ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ചെറിയ ഉത്തരം തരുവാണെങ്കിൽ ചെറിയ സമ്മാനവും തരും. ഓക്കെ ഓക്കെ. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും തണുത്ത് പറിച്ചിരിക്കുന്ന ഒരു അക്ഷരം ഏതാണ്? ബി. ഓ വെരി സിമ്പിൾ. ഇത് പലയിടത്തും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പം ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ ഒരു ഗിഫ്റ്റും കൊണ്ട് പോകുന്നത് കണ്ടോളൂ. ഏതായാലും നന്നായി, ഇത്രയും പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് വർത്താണ്. ഓക്കെ ഓക്കെ. ബാക്കിയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അടുത്ത പ്രാവശ്യം മസ്റ്റ് ആയിട്ട് കാണണം. ഓക്കെ ശരി, താങ്ക് യു. എന്തായാലും പുതിയ ഒരു ചോക്ലേറ്റ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാനറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിച്ചിട്ട് ഇതിന്റെ റിവ്യൂസും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സന്തോഷം. ആ ഇപ്പൊ തന്നെ കഴിച്ചു. പ്രശ്നമില്ലല്ലോ, ചേട്ടൻ കഴിച്ചോ, ചേച്ചി കഴിക്കണ്ട. സെയിലിൽ വന്നിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല, അടിപൊളി ചോക്ലേറ്റ്. അപ്പൊ അടുത്ത പ്രാവശ്യം കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കിന് ഇതാക്കിക്കോ, ഈ മുട്ടായി ആയിക്കോട്ടെ. അപ്പൊ ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടെ ഞങ്ങളുടെയും കൂടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്റെ പേജ് റിസാന അജ്മി. ഞാൻ ലയണസ്. ലിൻഡ എന്ന് പേര്. ക്വസ്റ്റ്യൻ ഇല്ല എൻ്റെ. ക്വസ്റ്റ്യൻ ചോദിക്കാനാ? ക്വസ്റ്റ്യൻ എന്തൊരു ഫോൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉണ്ട്. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഫണ്ണി ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള സ്ഥലം എവിടെയാണ്? ചൈന ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. രാജ്യമൊന്നുമല്ല, സ്ഥലമാണ്. ഫണ്ണി ആയിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ലാസ്റ്റ് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. വെരി നല്ലൊരു ക്ലൂ ഇപ്പൊ തന്നത്. നമ്മുടെ ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പൊ ഭയങ്കര ബിസി അല്ലേ? ഇതെല്ലാം കഴിയുന്ന ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ പോയി സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കും. എവിടെയാ? പാർക്കിലോ? അങ്ങോട്ട് കേറി നിന്നോ കേട്ടോ. അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. എൻഡ് ഓഫ് ദ ഡേ. യെസ്, ഒരു മനുഷ്യന്റെ എൻഡ് ഓഫ് ദ ഡേ. അയ്യോ അതാണല്ലേ എൻഡ് ഓഫ് ദ ഡേ, ബാത്റൂം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അറിയത്തില്ല. വീടല്ല, വീട്ടിൽ നമ്മൾ ജനസംഖ്യ കുറവല്ലേ? ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള എല്ലായിടത്തും നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കിട്ടത്തില്ല. ആൻസർ വേറൊന്നുമല്ല, ശ്മശാനം. സെമിത്തേരി. നമ്മൾ അവസാനം പോയി കിടക്കുന്നത് ഇല്ലേ? എൻഡ് ഓഫ് ദ ഡേ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോവറാണ്. ഓക്കെ, ഒരു ഗിഫ്റ്റ്. അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. പേരെന്തായിരുന്നു പറഞ്ഞില്ലല്ലോ? എവിടുന്നാണ് നാട്? നിലമ്പൂർ. ഓക്കെ, അപ്പൊ താങ്ക് യു. പേരെന്തായിരുന്നു? നാട്ടിലെവിടെയാ? ചാവക്കാട് എവിടെയാ? തൃശ്ശൂരാ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അൽവഫേന്റെ ഒരു റോഡ് ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ്. അതൊരു കൊച്ചു ചോദ്യം ചോദിക്കും, കൊച്ചു ആൻസർ തന്നാൽ മതി. അപ്പൊ ഒരു കൊച്ചു ഗിഫ്റ്റും തരും. ഓക്കെ. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഈ കല്യാണം കഴിച്ചാണോ? ആണല്ലേ? എന്നാലും കുഴപ്പമില്ല. ഈ അവിവാഹിതരായ ആൾക്കാർ മാതാപിതാക്കളോട് പറയുന്ന ഒരു
ഈ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട്, എന്താണെന്ന് പറയാമോ? കല്യാണം നമ്മുടെ അക്ഷരമാലയിലുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അത് കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ഫണ്ണി ആയിട്ട് തോന്നും. കല്യാണം കഴിക്കാത്തവരാണേ മാതാപിതാക്കളോട് പറയുന്നത്. KTNM, ദാറ്റ് മീൻസ് അത് കൂട്ടി വായിക്കുമ്പോൾ എന്ത് വരും? നോ, അതല്ല. അത് കൂട്ടി വായിച്ചാ നമ്മളൊരു കാര്യമാണ് അവരോട് പറയുന്നത്. അവിവാഹിതരായിട്ടുള്ള യുവാക്കളാണ് ചോദിക്കുന്നത്. എന്തേലും ഇപ്പൊ പറഞ്ഞ പോലത്തുള്ള അതുപോലൊക്കെ തന്നെയുണ്ട്. ഇപ്പൊ പറഞ്ഞ അക്ഷരങ്ങൾ അതിനകത്തിലുണ്ട്. അതിനകത്ത് 1-2 അക്ഷരങ്ങളോട് ഒന്ന് ആഡ് ചെയ്താൽ മതി. നോ, ഈ KTNM എന്തോടെ? കുട്ടിക്കാനം. കുട്ടിക്കാനത്ത് പോകണമെന്നല്ല പറയേണ്ടത്. ഒരു വാക്കാണ് അത്, അക്ഷരമായിട്ടാണ് നമ്മൾ കുസൃതി ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത്. ഒരു വാക്കാണ് അത്, ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ ആയിട്ടാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്തത്. ആലോചിക്കൂ, മലയാളിയാണ്. എന്തേലും ചാൻസ് ഉണ്ടോ? ലവ് മാരേജ് ആയിരുന്നോ? അപ്പൊ അറേഞ്ച് മാരേജ് ആണെങ്കിൽ സാധാരണ നമ്മൾ ചിന്തിക്കേണ്ട അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇല്ലേ, അവരായിരിക്കും നിങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ആലോചിക്കൂ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. കല്യാണം കഴിഞ്ഞുകൊണ്ട് എല്ലാ ബോധവും പോയെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങനെ ചിന്തിക്കാനുള്ള കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നോ ഐഡിയ. ഓക്കെ, പ്രത്യേകിച്ച് ആൻസർ വേറൊന്നും അല്ലായിരുന്നു. NAKTQ, അതായത് എന്നെ കെട്ടിക്കൂ. കെട്ടണം. ഓ, അത് ശരി. ഓക്കെ, അത് ഓക്കെയാ, അതൊരു ആൻസർ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ചോദിക്കുവാണ്, അവരോട് ചോദിക്കല്ലേ, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുവാണ് അവരോട്. എന്നെ കെട്ടിക്കോ. എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ, അപ്പൊ പിന്നെ ഒരു മുട്ടായി കഴിച്ചോ. ഓക്കെ, എന്തായാലും ഇതിനകത്ത് പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. പേരെന്തായിരുന്നു? സാജിദ്. എന്തായിരുന്നു? അഷ്ഫാഖ്. നാട്ടിലെവിടെയാ? ഞാൻ ചേളാരി, മലപ്പുറം കോട്ടക്കൽ എനിക്കറിയാട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വേറൊന്നും അല്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ സമ്മാനം കിട്ടും. ചെറിയ ക്വസ്റ്റ്യൻ ആണേ. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അതും ശരിയാണ്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ആൻസർ ഉണ്ട്, അത് പറയാം. ഞങ്ങൾ ഉദ്ദേശിച്ച തന്നെ പറയണം. നമ്മൾ അത് പോയി കഴിയുമ്പോൾ നമ്മൾ പോയിട്ട് അപ്പുറത്തൊക്കെ ഇങ്ങനെ എത്തി നോക്കും. ഗൾഫിലല്ല, അല്ല, ഈ സംഭവം അത് പോയി കഴിയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടോ അല്ലേ, അപ്പുറത്തുണ്ടോ അന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇനി ഇത് കൂടുതൽ വലിയ ക്ലൂ തരാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്, ശരിയാണ്. പോകുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല, വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ ഞങ്ങളൊരു ആൻസർ ഉണ്ട് നമുക്ക്, അത് പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഗിഫ്റ്റ് തരാം. ഇവിടെ ഇപ്പൊ അത് പോയിട്ടുണ്ടെങ്കിലേ മൊത്തം കഴിഞ്ഞ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇൻഷാ അല്ലാഹ്, അടുത്ത പ്രാവശ്യം വരുമ്പോ 2 ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻസർ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോണ്ട് ഗിഫ്റ്റ് തന്നേനെ. അപ്പൊ ഗിഫ്റ്റ് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങൾക്ക് കഴിക്കട്ടെ. ലക്ക്. ഓക്കെ, ശരി, താങ്ക് യു. വെരി ഫണ്ണിയാണ്, ഒരുപാട് സീരിയസ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ ആൾക്കാർ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്തു, പക്ഷെ എല്ലാവർക്കും ദോശ ഓർഡർ ചെയ്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല. ഫണ്ണിയാണ്. ഈ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ആൻസർ ഉണ്ട്, അതിനകത്ത് തന്നെ ഉണ്ടാണ്. മസാല ദോശ ഓർഡർ ചെയ്തു, എല്ലാവർക്കും കിട്ടിയില്ല. കാരണം എന്ത്? എല്ലാരും ഓർഡർ ചെയ്തു. ഫുഡ് 4 പേരാണെങ്കിൽ ഇപ്പൊ 4 പേരും ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാരും ഓർഡർ ചെയ്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല.
കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യമായിട്ട് ഇരുന്നിട്ട് ആൻസർ ക്ലൂ ഈ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ആൻസർ ഉണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ക്ലൂ തരാൻ പറ്റത്തില്ല. കിട്ടിയില്ല. ഷോ ഒന്നും കൂടി ആലോചിച്ച് നോക്കിയേ. പഴയ ആൾക്കാർക്കൊക്കെ ഒന്നും കൂടി ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും കിട്ടിയില്ല, എന്തോ ചെയ്യാനാ? മസാല ദോശ ഓർഡർ ചെയ്ത് എല്ലാവർക്കും കിട്ടിയില്ല, എന്തോ ചെയ്യാനാ? എന്തേലും ഐഡിയ ഉണ്ടോ? ഒത്തിരി തിങ്ക് ഉണ്ടെങ്കിൽ താഴെ ചിന്തിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചിന്തിച്ചു നോക്കുക, അപ്പൊ ചിലപ്പോൾ കിട്ടും. മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല. എന്താ കാര്യം? ഇല്ലാതെ ആൻസർ വേറൊന്നും അല്ലായിരുന്നു. എല്ല് ഇല്ലാത്ത മസാല ദോശ ഉണ്ടോ? എല്ലുള്ള മസാല ദോശ ഉണ്ടോ? അപ്പൊ എല്ലുള്ള മസാല ദോശ ആയിട്ട കിട്ടാഞ്ഞ്. കുസൃതി ചോദ്യമായിരുന്നു. പേരെന്തായിരുന്നു? എവിടെയാ നാട്ടില്? റഷീദ് ഓച്ചിറ, കൊല്ലം. ആ ഓക്കെ ഓക്കെ. ഞങ്ങള് പത്തനംതിട്ടയാ. വഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ അതിന് ഗിഫ്റ്റ് ഉണ്ട് തരാം. അത് ലക്കുണ്ട് കേട്ടാ. പേജ് ഫോളോ ചെയ്താല് പ്രൈസ് ഉണ്ട്. ഉത്തരം ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ പറഞ്ഞാലും പ്രൈസ് ഉണ്ട്. അപ്പൊ താങ്ക് യു. അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം കേട്ടോ. ഇൻഷാ അല്ലാ. കുസൃതി ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലയോ? നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങളൊരു അൽവഫ ഫോളോവർ ആണോ? അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മറക്കാതെ ഫോളോ ചെയ്തേക്കുക. അൽബഫയുടെ അക്കൗണ്ട് ഈ താഴെ ടാഗ് ചെയ്തേക്കുന്ന 2 അക്കൗണ്ടുകളും.